സർക്കാർ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് അങ്ങനെ താല്പര്യമില്ല. മാറണം താല്പര്യമില്ല. എന്റെ കൊച്ചുങ്ങൾ എപ്പോഴും ഓടി വരുന്നവരാ. നമസ്കാരം ചേച്ചി, എങ്ങോട്ട് പോകുന്നു? ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും. എവിടെയാ? ദാഹിക്കുന്നൊരു താമര. സംസാരിച്ചോ? പറഞ്ഞു ഇത് രണ്ടുപേരും കൂടി എങ്ങോട്ടാ? അത് ഞങ്ങൾ ഒരു നാട്ടുകാരാ. ചേട്ടാ എങ്ങോട്ട് പോകുന്നു? ഞാൻ തിരുവനന്തപുരത്തിന് പോവാ. തിരുവനന്തപുരത്തിന്. ചേച്ചി എങ്ങോട്ട് പോകുന്നു? എന്റെ വീട്ടിലോട്ട് പോന്നു. എവിടെയാ വീട്? വീട് അമ്പലത്തുംകാല. അമ്പലത്തുങ്കര. നമസ്കാരം ചേച്ചി. പള്ളിക്കലുള്ളതാ മോനെ. പള്ളിക്കലാണോ? ആ ചേച്ചി എന്താ ജോലി ചെയ്യുന്നേ? എനിക്കൊരു ജോലിയില്ല. മക്കളുടെ വീട്ടിലോട്ട് പോവാണോ അതോ സ്വന്തം വീട്ടിലോട്ടോ? ഒന്ന് പറഞ്ഞു. അവർ മോളുടെ വീട്ടിലോട്ട് പോകും. മോളുടെ വീട്ടിലോട്ട് പോവാ അല്ലേ? പോണം. വോട്ട് കുത്താൻ പോവും ആണോ? ഇക്കുറി ആര് ജയിക്കുമെന്നാ? നമ്മുടെ സർക്കാർ തുടരണോ മാറണോ? എന്താ അമ്മയുടെ അഭിപ്രായം? പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ഇനിയെങ്കിലും ഒരു മാറ്റം വേണ്ട ഇതൊക്കെ ആണെങ്കിലും അല്ലേ? എന്നും മാറ്റം വേണം. അപ്പുറം ഇപ്പുറം ഉള്ളവർ മാത്രം അങ്ങ് ഭരിച്ചാൽ മതിയോ? ഒരു 10 വർഷമായി പിന്നെ അല്ലേ? 10 വർഷമായി. ഒന്ന് മാറണം. ആര് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം? മാറിയാൽ വി.ഡി. സതീശൻ വരണോ? രമേശ് ചെന്നിത്തല വരണോ? അതോ അല്ല അവരും മാറണം, മറ്റേ വരണം. ബി.ജെ.പി. അപ്പം എന്താ പറയാനുണ്ട്? എനിക്കൊന്നുമില്ല. സർക്കാർ മാറണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് അങ്ങനെ താല്പര്യമില്ല. മാറണം എന്റെ താല്പര്യമില്ല. കൊച്ചുങ്ങൾ എപ്പോഴും ഓടി വരുന്നവരാ. എന്റെ കൊച്ചുങ്ങൾ ഓടി വരുന്നതാ. സർക്കാർ മാറണമെന്ന് അഭിപ്രായമില്ല. ഈ കൊച്ചുങ്ങളെന്ന് പറഞ്ഞാൽ എന്റെ നാട്ടിലുള്ള പിള്ളേരുണ്ട് എനിക്ക് ഇഷ്ടം പോലെ. എന്റെ ഉണ്ട് മക്കളടക്കം. എന്റെ മോൻ അപ്പൊ സർക്കാർ മാറണമെന്ന് അഭിപ്രായമില്ല. ഇല്ല. പിണറായി സർക്കാർ തുടരണം. പെൻഷൻ കിട്ടും അല്ലേ? അതാണ് ചേച്ചി പറയുന്നത്. സാറ് പറയുന്നത് മാറി മറിക്കണം. 10 വർഷം ഒരാള് ഭരിച്ച് ഇനി ഒരാള് ഭരിക്കണം. അതേ ഈ ലോകത്തിന് നല്ലത് വരത്തുള്ളൂ. അതാണ്. അത്രേ ഉള്ളു മോനെ. സത്യം വരണം. ഇഷ്ടംമാര് പോണം. ഓക്കെ, അതാണ്. അപ്പൊ രണ്ട് അഭിപ്രായങ്ങളും കേട്ടല്ലോ. ഒരമ്മ പറയുന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ ഓടി വരാറുള്ളൂ എന്ന് പറയുന്നു. അത് നാട്ടിൽ ഒരുപക്ഷെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരിക്കും അല്ലെ? ഉറപ്പായിട്ടും അവര് പ്രാദേശികമായിട്ട് കൂടി പല ഘടകങ്ങളാണല്ലോ ഉറപ്പായിട്ടും